എല്ലാ കൂട്ടുകാർക്കും KTTൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും കുറേ റിവിഷൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാതെ റിവിഷൻ പോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ കോൾബർഗിൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ കോൾബർഗിൻ്റെ തിയറി പ്രധാനമായിട്ടും വിമർശിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? വാട്ട് ഈസ് എ മേജർ ക്രിറ്റിസിസം ഓഫ് കോൾബർഗ് തിയറി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോൾബർഗ് ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസ് ഇൻ മോറൽ റീസണിങ് ഓഫ് മെൻ ആൻഡ് വുമൻ. അപ്പോൾ കോൾബർഗ് സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും സാംസ്കാരിക വ്യത്യാസത്തെ പരിഗണിച്ചില്ല. എ ചൈൽഡ് ലേൺസ് ആക്യുറേറ്റ് റെസ്പോൺസ് വെൻ ദേ ആർ റീഇൻഫോഴ്സ്ഡ് വിത്തിൻ. താഴെ പറയുന്ന ഏത് മാർഗം ഉപയോഗിച്ച് റീഇൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് പ്രതികരണം ഉണ്ടാവുന്നത്? എപ്പോഴാണ്? നമ്മൾ എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എ ടീച്ചർ മേക്സ് യൂസ് ഓഫ് എ വെറൈറ്റി ഓഫ് ടാസ്ക് ടു കേറ്റർ ടു ദ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ഹെർ ലേണേഴ്സ് ഷീ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. അതായത് കുട്ടികളുടെ വ്യത്യസ്ത പഠന രീതികൾക്കനുസൃതമായിട്ട് ടീച്ചർ വിവിധ ചുമതലകൾ ഉപയോഗപ്പെടുത്തുന്നു. ഈ ടീച്ചറിനെ സ്വാധീനിച്ചിരിക്കുന്നത് എന്താണ്? ഏതാണ് ആൻസർ? ഗാർട്ട്നറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. റീതാസ് ഇൻ്റലിജൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബോഡ്ലി കൈനസ്തെറ്റിക്. വിച്ച് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഈസ് റെഫേർഡ് ടു ഹിയർ? റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലനപരം എന്നാണ്. ഏത് ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് വികാരങ്ങളുടെ 3 സവിശേഷതകളിൽ പെടാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 3 എലമെൻറ്റ്സ് ഓഫ് ഇമോഷൻ? ഏതാണ് 3 എലമെൻറ്റ്സ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും ബിഹേവിയറും ഫിസിക്കൽ റിയാക്ഷനുമാണ്. വ്യക്തിഗത അനുഭവം, പെരുമാറ്റം, ശാരീരിക പ്രതികരണം. ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഈ 3 എലമെൻറ്റ്സിൽ പെടുന്നതല്ല. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ? ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് എഴുത്തിലും വായനയിലും ഒക്കെയുള്ള പ്രയാസങ്ങളുണ്ടാവും അല്ലേ? ഡിസ്ലെക്സിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഗണിത പ്രശ്നങ്ങൾ, മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ എന്ന് പറയുന്നത് ബിലോ ആവറേജ് ഒന്നും അല്ല. അത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതല്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് പെയറിംഗ്? താഴെ പറയുന്നതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഏതാണ് ആൻസർ? ആൻസർ നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ്. സ്കിന്നർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. അടുത്ത ചോദ്യം, ചിൽഡ്രൻ യൂസ് സിംഗിൾ വേർഡ്സ് ഡ്യൂറിങ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ടു കൺവേ എ ഹോൾ സെൻറ്റൻസ്. ദിസ് ഈസ് കോൾഡ്. ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ അവരെന്താണ് സെൻറ്റൻസ് ആയിട്ട് പറയത്തില്ല, ഒറ്റ വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയും അല്ലേ? അതിനെ പറയുന്ന പേര് ഹോളോ ഫ്രേസ് എന്നാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷ. ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, ഒരു ആൺകുട്ടി ഇങ്ങനെ ആയിരിക്കണമെന്ന് സമൂഹത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും അല്ലേ? അതിനെ പറയുന്ന പേര്
ഏതാണ് ആൻസർ? എ ആണ്, ജെൻഡർ റോൾ. അടുത്ത ചോദ്യം, ഇൻ്റലക്ച്വൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. എന്താണ് ബൗദ്ധിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മെൻ്റലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും? മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവായിരിക്കും, അതുപോലെ ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ്നെസ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സ്കിന്നേഴ്സ് ഫോളോവേഴ്സ് വുഡ് എഗ്രി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യതയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തേൺഡ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്. പെരുമാറ്റം എന്ന് പറയുന്നത് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി. പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം ഏതാണ്? ഏതാണ് ആൻസർ? പാരമ്പര്യ ഘടകങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. The right to education of persons with disabilities until 18 years of age is laid down under. അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, എങ്ങനെയുള്ള കുട്ടികൾ? ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ അല്ലേ, അവരുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് PWD എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016. The process of maintaining encoded information in memory over time is. നമ്മൾ കുറേ ആശയങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടല്ലേ, അത് കുറച്ച് കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സ്റ്റോറേജ് എന്നാണ്. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത, അതായത് സീരിയേഷൻ, റിവേഴ്സിബിലിറ്റി, ട്രാൻസിറ്റിവിറ്റി, ഇതൊക്കെ വികസിക്കുന്ന സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ ഏതാന്ന് പറയും? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്, രൂപാത്മക മനോവ്യാപാര ഘട്ടം. എന്താണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക്, ഇപ്പോൾ എനിക്ക് കേട്ടിട്ട് പാസ്സാവണം, 82 മാർക്ക് എനിക്ക് വാങ്ങണം, അല്ലെങ്കിൽ 90 മാർക്ക് എനിക്ക് വാങ്ങണം, അതൊരു എന്താണ്? ഒരു ചാലഞ്ചിങ് ടാസ്ക് ആണ്, ഒരു വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യമാണ്. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ദ ടെൻഡൻസി ടു പെർസിസ്റ്റ് അറ്റ് ചാലഞ്ചിങ് ടാസ്ക്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. താഴെ പറയുന്നതിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രബോധന സാമഗ്രി അല്ലാത്തത് ഏതാണ്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്ക് ഒരു കോണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിൽ ഉൾപ്പെടും. അതിപ്പോൾ ചാർട്ട് ആവാം, അല്ലെങ്കിൽ മൾട്ടിമീഡിയ എയ്ഡുകളാവാം, എല്ലാം വരും. ഇപ്പോൾ ഇവിടെ ഓവർ ഹെഡ് പ്രൊജക്ടറും ഓഡിയോ കാസറ്റും അതുപോലെ പ്രിൻറ്റഡ് മെറ്റീരിയൽസും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ആൻസർ. എന്താണ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പഷ്ടീകരണങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് സ്പെസിഫിക്കേഷൻ? നമ്മൾ റെക്കഗ്നൈസ് എന്ന് പറയുന്നത് നോളേജിൽ വരുന്ന സ്പെസിഫിക്കേഷനാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതും മെഷർ ചെയ്യാവുന്നതുമായിട്ടുള്ള ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായിട്ടുള്ള നേട്ടങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് എ നോർമൽ ലെസൺ പ്ലാൻ. നമ്മൾ സാധാരണ ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് നമുക്ക് എസെൻഷ്യൽ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ആദ്യം തന്നെ വേണ്ടത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ലെസൺ പ്ലാനിൽ എഴുതാറുണ്ട്. കണ്ടൻറ് അനാലിസിസും ഉണ്ട്. നെക്സ്റ്റ് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ, അത് അന്നേരം നമുക്ക് ആ ഒരു ലെസൺ പ്ലാനിൽ ആവശ്യമില്ല അല്ലേ. അത് നമ്മൾ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർക്ക് എന്ത് കൊടുക്കുക? ഒരു റെമഡിയൽ ടീച്ചിങ് ഒക്കെ നടത്തുന്നത്. അതൊന്നും നമ്മൾ ലെസൺ പ്ലാനിൽ എഴുതേണ്ട കാര്യങ്ങളൊന്നും അല്ല അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ.
In which type of curriculum learning is spread over time rather than being concentrated in shorter periods? ഏത് തരത്തിലുള്ള പാഠ്യപദ്ധതിയിലാണ് പഠനം കുറഞ്ഞ കാലയളവിൽ കേന്ദ്രീകരിക്കപ്പെടാതെ കാലക്രമേണ വ്യാപിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ സർപ്പിള പാഠ്യപദ്ധതിയാണ്. സ്പൈറൽ കരിക്കുലത്തിൽ ഒരിക്കലും നമ്മുടെ പഠനം എന്ന് പറയുന്നത് കുറഞ്ഞ കാലയളവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. അന്ന് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൊട്ടടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കും. 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമായിരിക്കും. അപ്പോൾ ഇത് കുറഞ്ഞ കാലയളവിലാണോ കേന്ദ്രീകരിക്കപ്പെടുന്നത്? അല്ല, ഇത് കാലക്രമേണ വ്യാപിക്കുക. ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വൈഡായിട്ട് ഓരോരോ ക്ലാസ്സിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. നമ്മൾ സാധാരണ വൈഗോട്സ്കിയായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഓപ്ഷൻ്റെ അകത്ത് കൾച്ചർ ഉണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും അല്ലേ. പക്ഷേ നമ്മളിവിടെ പെട്ടുപോയി, എല്ലാത്തിലും കൾച്ചർ എന്ന് പറയുന്നൊരു വേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. കൾച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ ഓഫ് ലേണിംഗ്. നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് പഠനത്തെ സുഗമമാക്കുന്നൊരു ഘടകമാണ്. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് അറ്റംപ്റ്റിംഗ് to satisfy their needs at the most basic level is operating at the level of Maslow's needs hierarchy called the need for dash. അതായത് ഏറ്റവും അടിസ്ഥാന തലത്തിൽ അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഡാഷ് ആവശ്യകത എന്ന് വിളിക്കപ്പെടുന്ന മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട്. ബേസിക് ലെവൽ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടിസ്ഥാന തലം? അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങളാണ്. ഓപ്ഷൻ സി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി? താഴെ പറയുന്നതിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ കേസിൽ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയത്തില്ല അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് പോഷണ പരിപാടികളാണ്. അത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ പ്രതിഭാശാലികൾക്കാണ്. ഓപ്ഷൻ എ. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വൈഗോട്സ്കിയാന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റി ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ കളിപ്പാട്ടം കളിക്കുന്ന സമയത്ത് അവർ സ്വയം ഇങ്ങനെ പറയുമല്ലേ. ഇപ്പോൾ കാറോ ബസ്സോ ഒക്കെ കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് തിരിയട്ടെ, അങ്ങോട്ട് നേരെ പോട്ടെ എന്നൊക്കെ അവർ സ്വയം സംസാരത്തിലൂടെ പറയും അല്ലേ. മറ്റാരോടും പറയുകയല്ല, അവർ കളിക്കുന്ന സമയത്ത് അവരായിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ്. അതുപോലെ തന്നെ ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് ഈ കട്ട നമുക്ക് മോളിൽ വെക്കാം, ഇത് അങ്ങോട്ട് വെക്കാം, ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം, അങ്ങനെ അവർ സ്വയം സംസാരിക്കുമല്ലോ. അതിനെയാണ് ഈ പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇല്ലുസ്ട്രേറ്റ്സ് ദാറ്റ് ചിൽഡ്രൻ യൂസ് സ്പീച്ച് ടു ഗൈഡ് ദെയർ ഓൺ ആക്ഷൻസ്. കുട്ടികൾ സ്വന്തം പ്രവർത്തനങ്ങളെ നയിക്കാൻ സംസാരം ഉപയോഗിക്കുന്നു. ദ ലാബ് സ്കൂൾസ് അഡ്വക്കേറ്റഡ് ബൈ ജോൺ ഡൂയി വെ എക്സാമ്പിൾസ് ഓഫ്. ഇപ്പോൾ ജോൺ ഡൂയി കൊണ്ടുവന്ന ലാബ് സ്കൂൾസ് എന്തിനാണ് ഉദാഹരണം? എന്താണ് ജോൺ ഡൂയി കൊണ്ടുവന്ന ലാബ് സ്കൂൾസ് എന്ന് പറയുന്നത്? പ്രോഗ്രസീവ് സ്കൂൾ അല്ലെങ്കിൽ പുരോഗമന വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, എ ചൈൽഡ് ലേൺസ് മോർ ക്വിക്ക്ലി ആൻഡ് ക്ലിയർലി വെൻ ഹീ ഈസ് മോട്ടിവേറ്റഡ്. ഒരു കുട്ടി വേഗത്തിലും എളുപ്പത്തിലും പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് നൽകേണ്ട മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ താഴെ പറയുന്നതിൽ ഏതാണ്?
ഏതാണ് ആൻസർ? കുട്ടി വേഗത്തിലും എളുപ്പത്തിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷനും ഉണ്ടായിരിക്കണം, മറ്റൊരാളുടെ ഒരു മോട്ടിവേഷനും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇൻട്രിൻസിക്കലിയും എക്സ്ട്രിൻസിക്കലിയും രണ്ടും ഉണ്ടായിരിക്കണം. ആന്തരികം ഉണ്ടായിരിക്കണം, ബാഹ്യവുമായിട്ടുള്ള അഭിപ്രേരണ ഉണ്ടായിരിക്കണം. താഴെ പറയുന്നതിൽ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? എന്താണ്? ഹെറിഡിറ്റിയുടെ എൻവയോൺമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് ആണ് പേഴ്സണാലിറ്റി. അത് കറക്റ്റാണ്. പേഴ്സണാലിറ്റി ഡൈനാമിക് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ പഠനത്തിൻ്റെ പരിണിത ഫലമാണ് പേഴ്സണാലിറ്റി. അതും കറക്റ്റാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്, പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ. RPWD ആക്ട് 2016 റീപ്ലേസ് വിച്ച് ആക്ട്? RPWD ആക്ട് 2016 എന്ന് പറയുന്നത് ഏത് ആക്ടിന് പകരമായിട്ട് വന്നതാണ്? ഏതാണ് ആൻസർ? PWD ആക്ട് 1995 പകരം വന്നതാണ് RPWD ആക്ട് 2016. ഐഡൻറ്റിറ്റി ആൻഡ് ദ ലൈഫ് സൈക്കിൾ ഇത് ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആലോചിച്ചാൽ മതി. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പദം കാണുമ്പോഴേ എറിക് എറിക്സൻ്റെ പേര് ആലോചിച്ചോണം. ഓപ്ഷൻ A.